ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിസ്റ്റർ വീടാണ് കേട്ടോ. ഇപ്പോൾ പണി കഴിഞ്ഞ് അങ്ങനെ ഇനി തേപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് നോക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ വന്നതാണ്. ഇത് മാനന്തവാടിക്ക് തൊട്ടടുത്ത് പിലാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് സിസ്റ്റർ തറവാടാണ്. പഴയ മോഡൽ ഒരു വീട്, ഓടെല്ലാം വെച്ചിട്ട് ഒരു പഴയ മോഡൽ വീട്. റൈറ്റ് സൈഡിൽ പിന്നെ ആദിവാസികൾ വനഭൂമി കയ്യേറി, അത് സർക്കാരിന് അനുമതിയോട് കൂടിയിട്ട്, പേപ്പറൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും സർക്കാരിൻ്റെ ഒരു മൃദു തലോടലോട് കൂടിയിട്ട് അവരവിടെ താമസിച്ച് അതിൻ്റെ ഉള്ളിൽ കാപ്പിയെല്ലാം വെച്ച് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് കാപ്പി കുരുമുളകെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ആൾക്കാരെ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ചേച്ചീനെ കടുവ ആക്രമണം ഉണ്ടായി. ഏകദേശം ചേച്ചീൻ്റെ കഴുത്തിൻ്റെ ഭാഗം കണ്ട് കുറച്ച് അധികം കടുവ ഭക്ഷിക്കുന്നതൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു മൈതാനമുണ്ട്. അവിടെ ഇരുന്ന് ഇന്നലെ ലൈവൊക്കെ ഇടുകയുണ്ടായി. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെയാണ് ഈ ആൾക്കാർ മരണത്തോട് മല്ലടിച്ച് താമസിക്കുന്ന ആൾക്കാർ കേട്ടോ. നമ്മൾ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ കുളിർമയൊക്കെ ഉണ്ടാവും. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭീകരാന്തരീക്ഷമാണ്. ഭയമില്ലാത്തവൻ അങ്ങനെ പ്രശ്നമില്ലാത്ത പോകും, ഭയമുള്ളവനെ സംബന്ധിച്ച് വിഷയം തന്നെയാണ്. ഗ്രാമീണ റോഡാണ്, എല്ലാം അധികം വീതിയൊന്നുമില്ലാത്ത ഗ്രാമീണ റോഡുകളാണ്. അതിൻ്റെ ആവശ്യമുള്ളതാണ് അവിടെ. പക്ഷേ എന്താ വെച്ചാൽ മൃഗത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്ര സുഖമാണെന്നറിയോ. ഈ 2 സൈഡും ഇങ്ങനെ ഈ പച്ചപ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ, രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടത്തേക്കാണ് എൻ്റെ നടത്തം. അപ്പം ഞാൻ ഈ റൈറ്റ് സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, റൈറ്റ് സൈഡിൽ അപ്പുറത്തൊരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്തിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ട് 1.5 കിലോമീറ്റർ സ്ഥലം ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച് കിടക്കുക. ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ്, എന്നാലും നമുക്ക് അവിടെ പോയി റിലാക്സ് ചെയ്യാനും ഒക്കെ സാധിക്കും. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഇട്ട വീട് കാണുന്നുണ്ടോ? അവിടെ മനുഷ്യവാസമുള്ള സ്ഥലമാണ്, ആൾക്കാർ ജീവിക്കുന്നതാണ്. നമ്മൾ പുരോഗമനം എല്ലാം ഉള്ള കാലഘട്ടത്തിലാണെങ്കിലും അവരവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഒരു നായ്ക്കുട്ടീൻ്റെ സപ്പോർട്ട് ഒക്കെ ഉള്ളൂ വീട്ടിൽ, ഭയം മാറാൻ. അപ്പോൾ ഞാൻ കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈതാനമാണ് ആ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ വീടിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കുറച്ച് ഭാഗം ഫോറസ്റ്റ് ഉള്ളൂ. അവിടുന്ന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭൂമിക്കെല്ലാം ഒരു എസ്റ്റേറ്റുമായിട്ട് കണക്ഷനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, ഇടക്കഷ്ണമായിട്ട് കിടക്കുന്ന കാടുകളാണ്. അത് കഴിഞ്ഞാൽ വലിയ ഫോറസ്റ്റിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ കൂടെയാണ് മൃഗങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങാനുള്ളൊരു സാധ്യത. അപ്പോൾ അവർ ബാരലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, വെള്ളം പിടിച്ച് അരിച്ച് വെക്കാനൊക്കെ, പൈപ്പ് വെള്ളം വന്നിട്ട് അത് അരിച്ച് വെക്കാനൊക്കെ ഇതുണ്ട്. അത് ആ കാണുന്നതൊക്കെ ജനവാസ മേഖല. പിന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. നമ്മളിവിടെ വന്ന് രാവിലെ ഒരു കോഫി അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പാണ്. ജീപ്പ് ലോക്കൽ അടിക്കും. മാനന്തവാടിയിൽ നിന്ന് ഈ പിലാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജീപ്പ് 10 ആൾ 11 ആളാകുമ്പോൾ ഒരാൾക്ക് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ ലോക്കൽ അടിക്കും. അങ്ങനെയൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് പിലാക്കാവ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സുലൈമാനിക്കാൻ്റെ ചായക്കടയിലെത്തി. ഇനി ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ട് ഓക്കെ